വിഷൻ ബോർഡ് ഉണ്ടാക്കുക, അതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഈ 2025 ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തതെന്ന് ചിന്തിക്കുക. ഹായ് ഗൈസ്, ഇപ്പം 2025 സ്റ്റാർട്ട് ചെയ്തു. നമ്മളിങ്ങനെ ന്യൂ ഇയർ സെലിബ്രേഷൻസൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പം 2025 കുറേ ഡിസിഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഞാനും കുറച്ച് ഡിസിഷൻസൊക്കെ എടുത്തു. എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം. അതിലൊന്നായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2-3 വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സംഭവം വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. മറ്റേ വിഷൻ ബോർഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവരും ഏകദേശം ചെയ്യുന്നുണ്ട്. വിഷൻ ബോർഡിനകത്ത് എന്താ നമ്മൾ ഈ വർഷം 2025 എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ഗോൾസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ ഫോട്ടോസ്, ഇപ്പോൾ ട്രാവലിംഗ് ആണ്, നമുക്ക് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ട്രാവലിൻ്റെ സിമ്പിൾ വെച്ചിട്ടുള്ളൊരു ഇമേജ് നമ്മുടെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്, കൺട്രി ഉണ്ടെങ്കിൽ കൺട്രീൻ്റെ സിമ്പിളോ ഒക്കെ ഫിഗർ പിക്ചേഴ്സ് ആഡ് ചെയ്തിട്ട് നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നൊരു സംഭവം. അപ്പം അത് ഈ വർഷം ഞാൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ സാധാ പോലെ ഒരു ബോർഡിൽ ഇമേജസൊക്കെ ഒരു ബോർഡിനകത്ത് ആക്കിയിട്ട് ഇടുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അങ്ങനെ ആക്കി കഴിയുമ്പം ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. ഹോസ്റ്റലിലുള്ള എല്ലാവരും കാണില്ലേ എൻ്റെ വിഷൻസ് എന്തൊക്കെയാണ് ഞാൻ 2025 ഇതാക്കുന്നത് എന്നൊരു സാധനമൊക്കെ. അപ്പം ഞാൻ കരുതി അത് ഞാൻ എപ്പോഴും കാണുമില്ല, ഞാൻ റൂമിൽ വരുമ്പോൾ മാത്രമല്ലേ കാണത്തുള്ളൂ. ഞങ്ങൾക്കൊക്കെ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതെൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറാക്കാം. നമ്മളെല്ലാവരും ഏകദേശം മിക്കവരും ഉറങ്ങുന്നൊരു ടൈം ഒഴിച്ച് ബാക്കി എല്ലാ ടൈമിലും ഫോണിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കാനെങ്കിലും ഫോണിൽ മാറ്റി വെച്ചാൽ തന്നെ. അപ്പോൾ എന്താക്കാം, നമുക്ക് ലോക്ക് സ്ക്രീനിൻ്റെ വാൾപേപ്പർ അത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണം 2025 നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ള സംഭവം വെച്ച്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട സംഭവം എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നമ്മൾ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ ഗോൾസ്, എന്തൊക്കെയാണ് ഞാൻ 2025 ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കറക്റ്റ് ചെയ്യാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സാധനമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പം അതിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കണം. അപ്പം ഫസ്റ്റ് ഇതായിട്ട് നമ്മളതിൻ്റെ ലിസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു പേപ്പറൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഒരു ലിസ്റ്റ് എഴുതാം. എന്തൊക്കെ ടോപ്പിക്ക് വെച്ചിട്ടാണ്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് സാധനം എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ചെയ്ത സാധനം, യൂട്യൂബിൽ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുക, വ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ഫസ്റ്റ് പോയിൻ്റ് അതാണ്. യൂട്യൂബ് ചാനൽ കണ്ടിന്യൂസ് വ്ലോഗ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഫസ്റ്റത്തെ 2025 ഇതെന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് ഞാൻ എടുത്തത് ഹെൽത്ത് കെയർ. എൻ്റെ ഹെൽത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. മോർണിംഗ് വാക്കിങ്ങിന് പോവുക, വെള്ളം കുടിക്കുക. ഞാൻ വെള്ളം വളരെ കുറവ് കുടിക്കുന്ന ഒരാളാണ്. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ വെള്ളം കുടിക്കുക. 2 ലിറ്ററൊക്കെയാണ് ഒരു ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്രയൊക്കെ വരും. പക്ഷെ എന്തായാലും 1 ലിറ്റർ എന്തായാലും ഞാൻ കുടിച്ചിരിക്കും എന്നൊരു സാധനം. എന്നെ 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ വാങ്ങിച്ച് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം കുടിക്കണം, അത് പ്ലാനിങ്ങിലുണ്ട്. അപ്പം രണ്ടാമത്തേതെന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ചെയ്യുക. പിന്നെ സെൽഫ് ക്ലീനിങ്, ആ സംഭവമൊക്കെ അതിൽപ്പെടും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡ്രീം ഈ വർഷം 2025 ഞാൻ പാസ് ഔട്ട് ആവും. എൻ്റെ സ്റ്റഡീസ്, എൻ്റെ ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ആക്കും. അപ്പം ഞാൻ ബിടെക്കിനാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ എൻജിനീയറിങ് സ്റ്റഡി തീരും. ഒരു 2025 ഞാനൊരു എൻജിനീയറായി എന്നാണ് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ജോബ് ഫൈൻഡ് ചെയ്യണം, എൻ്റെ കരിയർ ഡിസൈഡ് ചെയ്യണം. അപ്പം ഒരു ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ നല്ലൊരു ജോബിനോ വേണ്ടി ഞാൻ നല്ല രീതിക്ക് ട്രൈ ചെയ്യണം. എൻ്റെ കരിയർ ഡിസൈഡ് ചെയ്യണം. ഈ വർഷം ഞാൻ പഠിക്കണോ, ജോബിന് പോകണോ, എക്സ്പീരിയൻസ് വാങ്ങണോ, എന്നാൽ പിന്നെ അബ്രോഡ് പോയി സ്റ്റഡി ചെയ്യണോ, ആ ഒരു സാധനമൊക്കെ ഞാൻ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ കരിയറിൽ ഞാൻ ഫോക്കസ് ചെയ്യണം.
അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വർഷം. പിന്നെ നാലാമത്തേന്ന് വെച്ചാൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എങ്ങോട്ടാണ് എന്താണെന്നൊന്നും അറിയില്ല. നമ്മൾ ലോങ് ആയിട്ട് ട്രാവൽ ചെയ്യുക, പെട്ടെന്ന് ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ പോസിബിൾ അല്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന നമുക്ക് കേരളത്തിൽ തന്നെ ട്രാവൽ ചെയ്യാം. കേരളത്തിലെ ഏതെങ്കിലുമൊക്കെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ കുറച്ചൊക്കെ വിസിറ്റ് ചെയ്ത് അങ്ങനെ ട്രാവൽ. പെട്ടെന്ന് ദൂരത്തേക്കൊന്നും വേണ്ട, നമ്മുടെ നാട്ടിലുള്ളത് കണ്ട് ഒക്കെ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഒരു ട്രാവൽ, കേരളത്തിലൊരു ട്രാവൽ നമുക്ക് ഇമ്പോർട്ടൻ്റായ ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്കങ്ങനെ ട്രാവൽ ചെയ്യാം. അപ്പം ഒന്നെന്ന് പറയുന്നത് ട്രാവലാണ്. പിന്നെ അടുത്തത് ഒരു സംഭവം, എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫി ഞാൻ എടുക്കലുണ്ട്, പക്ഷേ ചില സമയത്തൊരു ഗ്യാപ്പ് വരും. ഒരു പ്രശ്നം എന്താണെന്നറിയില്ല, എഡിറ്റിങ്ങൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും, ഫോട്ടോ എടുക്കാൻ മടിയായിരിക്കും, എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ഫോൺ കൊണ്ടുപോകത്തില്ല, നടക്കാനൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ. ഫോട്ടോഗ്രാഫിയിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണം, അതിനെപ്പറ്റി കുറച്ചും നല്ല രീതിക്ക് എഡിറ്റ് ചെയ്യണം, നല്ല നല്ല ഫോട്ടോസ് എടുക്കണം, എൻ്റെ ഇൻസ്റ്റയിൽ അത് പോസ്റ്റ് ചെയ്യണം, ആ ഒരു സാധനമൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പം ഫോട്ടോഗ്രാഫി കരിയർ നോക്കണം, അത് എൻ്റെ ഒരു പാഷൻ പോലെ ഞാൻ കൊണ്ടാടണം. പിന്നെ പക്ഷെ ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ എഡിറ്റ് ചെയ്ത് അതിൽ ഫൈനലായിട്ടുള്ള ഇത് കാണുന്ന സമയത്ത് ഇറ്റ്സ് മേക്ക് വെരി ഹാപ്പി, ഒരു സന്തോഷം, ഇത് കൊള്ളാലോ എന്നൊരു സംഭവം തോന്നുന്നുണ്ട്. പിന്നെ അടുത്തത് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ലോ. അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒന്നും അത്ര അറിയില്ല. അതിൻ്റെ ബേസിക് സാധനമൊക്കെ, വീഡിയോസ് കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇമേജസ് ആഡ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. കുറച്ചുകൂടി നല്ല രീതിക്കുള്ള എഡിറ്റിങ്ങും തമ്പനെയിൽ ഡിസൈനിങ് അങ്ങനത്തെ സംഭവമൊക്കെ പഠിച്ചാൽ കൊള്ളാം. അപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അത് നമുക്ക് ഈ കരിയറിൽ ആവശ്യമാണ്. പിന്നെന്താ, ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഞാൻ 2025 ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ കാര്യമായിട്ട് പിന്നൊരു സാധനമുണ്ട്. ഞാൻ 2024 എൻ്റെ കരിയർ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്തൊരു സംഭവമുണ്ട്, ഓവർ തിങ്കിങ്. വെറുതെ ഇങ്ങനെ ആലോചിക്കുക, അവർക്ക് എന്നെ ഇഷ്ടമല്ല, ഞാൻ മിണ്ടുന്ന ഇഷ്ടമല്ല, ചെയ്യുന്ന ഇഷ്ടമല്ല, അവർക്ക് വലിയ താല്പര്യമില്ല, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, ജസ്റ്റ് വെറുതെ ഓവർ തിങ്കിങ്. ചിലപ്പോൾ ശരിക്കും അവരങ്ങനെ അല്ലായിരിക്കും, പക്ഷെ ഞാൻ വെറുതെ ഇരുന്ന് ചിന്തിക്കുക അതങ്ങനെയാണ് ഇങ്ങനെയാണ് വെച്ചാൽ അതെനിക്ക് അവരറിയുന്നില്ല ഞാനങ്ങനെ ചിന്തിക്കുന്നത്, അതൊരു സത്യം. ബട്ട് ഞാനങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനാണ് സെഡാവുന്നത്. എൻ്റെ ഒരു ക്യാരക്ടറിന് ഒരു ഡിപ്രഷൻ പോലെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഭയങ്കര ബാഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, ബാക്കിയുള്ള എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറാണെന്നൊരു സാധനമൊക്കെ. അപ്പം അത് സ്റ്റോപ്പ് ചെയ്യണം. ഓവർ തിങ്കിങ് വേണം, എന്നാലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ അറിയുള്ളൂ. ഓവർ തിങ്ക് വേണം, പക്ഷെ എനിക്ക് ഓവറായിട്ട് തിങ്ക് ചെയ്യണം, കുറച്ച് തിങ്ക് ചെയ്താൽ മതി. അപ്പം ഒരു സാധനം സ്റ്റോപ്പ് ഓവർ തിങ്കിങ്. ഇത്രയാണ് ഞാൻ ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പറയാം, യൂട്യൂബായി, കരിയറായി, ട്രാവൽ വ്ളോഗൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഹെൽത്ത്, രാവിലെ മോർണിംഗ് വാക്ക്, ആ പരിപാടിയൊക്കെ കണ്ടിന്യൂസ് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കണ്ടിന്യൂസ് ചെയ്യുക. പിന്നെ ഫോട്ടോഗ്രാഫിയൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, ഓവർ തിങ്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക, അതൊക്കെ തന്നെ. വേറെ ഒന്നും എനിക്ക് കാര്യമായി ചെയ്യാൻ തോന്നുന്നില്ല. ഇതൊക്കെ മതി. ഇത്രയും കാര്യമൊക്കെ തന്നെ ഏകദേശം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഹാപ്പിനെസ് ഫീൽ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ബാക്കി നമുക്ക് 2025 ഫ്ലോയിൻ്റെ കൂടെ പോകും, അതായിരിക്കും നല്ലത്. പിന്നെ ഓക്കെ, നമ്മുടെ വിഷൻ ബോർഡിൽ ആഡ് ചെയ്യേണ്ട ടോപ്പിക്സ് നമ്മൾ സെലക്ട് ചെയ്തു. ഇതിലിനി എന്തൊക്കെ ആഡ് ചെയ്യാം, ഒരു വിഷൻ ബോർഡിനകത്ത് എന്തൊക്കെ ഇമേജസ് നമുക്ക് ആഡ് ചെയ്യാമെന്നൊരു സംഭവം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ വിഷൻ ബോർഡിനകത്ത് ഒരു സെൻറ്ററിലായിട്ട് 2025 എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ആഡ് ചെയ്യണം. പിന്നെന്താ, യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഇത് വെച്ച് മറ്റേ യൂട്യൂബിൻ്റെ സിമ്പിൾ ഒരു ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ പിന്നെ വ്ളോഗിങ് ഒക്കെ ആ ഒരു സംഭവം ഒരു പ്ലേ ബട്ടനൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളെങ്കിലും ഒരു മോട്ടിവേഷനല്ലേ, ഓക്കെ, അതൊക്കെ ആഡ് ചെയ്യാം. ഹെൽത്തിനകത്ത് ഞാൻ ഇപ്പോൾ മെയിനായിട്ട് മോർണിംഗ് വാക്ക് നടത്തുന്നു എന്ന് പറഞ്ഞു, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇമേജ് ആഡ് ചെയ്യാം, മോർണിംഗ് വാക്ക് നടക്കുന്നത്. പിന്നെ ഒരു ഷൂവോ അങ്ങനെ വല്ലതും ആഡ് ചെയ്യാം. പിന്നെ വെള്ളം കുടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അപ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ
അത് സെറ്റാക്കാം. അതിൻ്റെ ഒരു ഇമേജ് വെക്കാം നമുക്ക്. പിന്നെ ഫോട്ടോഗ്രാഫി ഒരു ക്യാമറേൻ്റെ ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ടി ഞാൻ ലൈറ്റ് റൂമാണ് ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ് റൂമിൻ്റെ ഒരു സിമ്പിൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ട്രാവൽ നമുക്ക് കേരളമാണ് പറഞ്ഞത്, അപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു ഭൂപടം അത് സെറ്റാക്കാം, അത് വെക്കാം. പിന്നെ ഇന്ന സ്ഥലമൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സാഹചര്യം അനുസരിച്ച് എന്താ വരിക എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കുറച്ചൊക്കെ ട്രൈ ചെയ്യാം ചില സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ ട്രാവൽ ചെയ്യുന്നത്, പിന്നെ ട്രാവലിങ്ങിന് മെയിനായിട്ടൊരു പ്ലെയിൻ, അതിൻ്റെ സിമ്പിൾ അത് വെക്കാം. പിന്നെ വീഡിയോ എഡിറ്റിങ്ങിന് ഞാൻ VN-ലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. നമുക്ക് VN-ന് ഒരു സിമ്പിളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓവർ തിങ്കിങ്, അതിന് നമുക്കൊരു എന്തെങ്കിലും ഓവർ തിങ്ക് ചെയ്യാനുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ പോലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ലൈൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ കുറച്ച് ലൈൻസ് മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ലൈൻസൊക്കെ നമ്മുടെ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് മതിയാവും. ഫസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്, അത് മതി. ഇനിയിപ്പോൾ നമ്മൾ എല്ലാമായി എന്തൊക്കെ ഇമേജസ് വേണം നമ്മൾ പ്ലാൻ ചെയ്തു, ടോപ്പിക് എടുത്തു ഒക്കെ. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇമേജസ് കളക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇമേജസ് പിൻസൈറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് എടുക്കാം, സെർച്ച് ചെയ്ത് ഓരോരോ ഇമേജസ് എടുക്കാം. ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI-ലാണ്. അതിനകത്ത് വിഷൻ ബോർഡിൻ്റെ ഒരു സ്ക്രീൻ പോലെ വരും. അതിനകത്ത് ഇമേജസ് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്യൂട്ടബിളായിട്ട് ആ ടൈമിൽ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അത് രണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളും ഇത് ചെയ്യുക. ഒരു വിഷൻ ബോർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുക. 2025 കുറച്ചുകൂടി സെൽഫ് മോട്ടിവേറ്റഡ് ആവുക, പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ചെയ്യുക, ഡിപ്രഷൻ ആ സാധനമൊക്കെ ഒഴിവാക്കുക. നമ്മളെന്തെങ്കിലും ചെയ്താലേ നമുക്ക് സക്സസ് ഉണ്ടാവും എന്നൊരു തോട്ടാണ് എനിക്ക്. നമ്മൾ എഫേർട്ട് ഇടാതെ നമുക്കൊന്നും കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ പൊട്ടേ വെക്കുക, നമ്മളടുത്തത് കൊണ്ട് വരും. പക്ഷേ നമുക്കൊരു ഡിസിഷൻ വേണം, എനിക്ക് ഇന്നെ വേണം. വലിയത് ആഗ്രഹിക്കുന്നത് വലിയത് ആഗ്രഹിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ചെറുതായിട്ട് ആലോചിച്ച് നോക്ക്. ഇപ്പം ട്രാവൽ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുക, പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. ഓക്കെ, ഞാനങ്ങനെ അത് വിസിറ്റ് ചെയ്യാറില്ല. വീടിൻ്റെ അടുത്താണ്, നമ്മുടെ ഏരിയ നമ്മൾ കണ്ടിട്ടില്ല എന്നൊരു മൈൻഡാണ്. ആ മൈൻഡൊക്കെ വിട്ടിട്ട് ആ ടൂറിസ്റ്റ് പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അതിൽ നല്ല നല്ല സൈഡുള്ളതൊക്കെ ഫോട്ടോ എടുക്കുക, അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ചെയ്യുമ്പം അത് സക്സസ് ആയി എന്ന് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്, ഒരു മോട്ടിവേഷൻ കിട്ടും. നമ്മളിപ്പോൾ എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ മണാലിക്ക് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത്ര പെട്ടെന്ന് പോസിബിളാണ്. നമുക്കതിനുള്ള കോൺഫിഡൻസും ഒക്കെ വേണം, പിന്നെ പൈസ വേണം, ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒറ്റയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, നമ്മുടെ കൂടെ ആൾ വേണം. അത് നടക്കില്ല. നമുക്ക് തന്നെ ഒരു വർഷമൊക്കെ നമ്മളത് ആഗ്രഹം മനസ്സിൽ കൊണ്ടിട്ട് അത് നടന്നില്ലെങ്കിൽ ഞാൻ ഇനി മണാലിക്കൊന്നും പോവില്ല, ഇതൊക്കെ കഷ്ടപ്പാടാണ്, ആ ഒരു ഡിമോട്ടിവേഷൻ പോലെ വരും. നമുക്ക് ചെറുതായിട്ട് ആഗ്രഹിക്കുക, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. അതാണ് ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ തോട്ടാണ്. അപ്പോൾ നമുക്കങ്ങനെ ചെയ്യാം. പിന്നെ ഇപ്പം വിഷൻ ബോർഡിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായി. നമ്മളത് ഉണ്ടാക്കിയാൽ മതി. ഇമേജസ് കളക്ട് ചെയ്യുക, ഉണ്ടാക്കുക. നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ 2025 നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് അതിൻ്റെ ഇമേജസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് എവിടെ നിന്നെങ്കിലും ഗൂഗിളിൽ നിന്നാണെങ്കിലും കിട്ടുമല്ലോ, എവിടെ നിന്നാണെങ്കിലും കളക്ട് ചെയ്തിട്ട് അത് ആ ഫോട്ടോസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ഫ്രെയിമിനകത്തെല്ലാം കൂടി വെക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിലായതുകൊണ്ടാണ് അത് ബോർഡാക്കാത്തത്. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ റൂമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ റൂമിനകത്ത് നമ്മളെപ്പോഴും ടൈം കുറേ സ്പെൻഡ് ചെയ്യും. ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് റൂം. ഇപ്പം എല്ലാം നമ്മുടെ സ്വന്തമല്ല, നമ്മുടെ ബാക്കിയുള്ളവരുടെ കൂടെയാണ്. അപ്പം നമ്മൾ അവരുടെ കംഫർട്ടബിളും കാര്യങ്ങളും നോക്കണം. പിന്നെ ഹോസ്റ്റലിൽ വെച്ചാൽ ഇവരൊക്കെ വരുന്നതൊക്കെ ചെയ്തത്. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു തമാശയ്ക്ക് പറയുന്നതായിരിക്കും, നീ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആ തമാശ ചിലപ്പോൾ നമുക്കൊരു ഡീമോട്ടിവേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഞാൻ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് ഒരു വാൾപേപ്പർ പോലെ സെറ്റാക്കാൻ ഒരു സംഭവമാണ് എന്നുള്ളത്. നമുക്ക് നെഗറ്റീവ് എനർജീസ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. നെഗറ്റീവ് ഇപ്പോൾ നീ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ അതിനെ
ഒരു അടിച്ചമർത്തുന്ന രീതിയിലോ കളിയാക്കുന്ന രീതിയിലോ പറയുമ്പം അത് ഡീമോട്ടിവേറ്റ് ആകും. അപ്പം അത് ഹൈഡ് ചെയ്ത് വെക്കുക. ആ ഷെയർ ചെയ്യുന്ന കാര്യമില്ല. പിന്നെ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അയാളോട് മാത്രം ഷെയർ ചെയ്യുക. ഇനി നമുക്കങ്ങ് ചടയ്ക്കും, ഒന്നും ചെയ്യാൻ തോന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുക, അതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. ഈ 2025 ഇതൊക്കെയാണ് പ്ലാൻ ചെയ്തതെന്ന് ചിന്തിക്കുക, ഒരു സംഭവമൊക്കെ. അപ്പോൾ നിങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുക, അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുന്ന സമയത്തൊരു നമ്മളെപ്പറ്റി ഒരു ചിന്തയും നമുക്കുണ്ടാകും. നമുക്കെന്താണ് വേണ്ടത്, നമ്മളെന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഡ്രീംസ് എന്താണെന്നൊരു തോട്ട് നമ്മളെപ്പറ്റി ചിന്തിക്കാനൊരു അവസരവും കൂടിയാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തോന്നുന്നു. നിങ്ങളെ ചെയ്യുക, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. ബൈ ബൈ.